ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ ഒട്ടുമിക്ക MP4 വീഡിയോസിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഈ ഒരു ഔട്ട്രോ ആയിട്ട് കാണാൻ പറ്റും. സോ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് 3D ടെക്സ്റ്റ് ആ ഒരു നെയിമോട് കൂടി ഇങ്ങനെ വരുന്നതാണ്. സോ അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നമ്മുടെ വീഡിയോസിൽ ഈസി ആയിട്ട് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അലൈറ്റ് മോഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഔട്ട്രോ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവരും ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ലൈക്കും ചെയ്യുക. സോ ഗൈസ്, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഔട്ട്രോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഔട്ട്രോയുടെ ഫുൾ ട്യൂട്ടോറിയലെല്ലാം ജസ്റ്റ് ആ ഒരു പ്രീസെറ്റിൽ എങ്ങനെ ആ ഒരു നെയിം ആഡ് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. സോ ഫുൾ ട്യൂട്ടോറിയൽ ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടും, അത് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ടെക്സ്റ്റ് ആഡ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ ഒരു ടെംപ്ലേറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് തന്നെ ഈ ഒരു ഔട്ട്രോ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ഔട്ട്രോയുടെ XML ഫയൽ ആഡ് ആക്കി കൊടുക്കുക. ദെൻ ആ ഒരു ഫയൽ ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫയൽ കിട്ടും. ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഗ്രൂപ്പ് എന്നുള്ളടത്ത് എഡിറ്റ് ഗ്രൂപ്പ് ഉള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെയാണ് ഈ ഒരു ടെക്സ്റ്റുകൾ ആഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് എഡിറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്ത് ഇവിടെ എന്താണോ വേണ്ടത് സോ അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എക്സാമ്പിളായിട്ട് ഇവിടെ ഞാൻ M എന്ന് ആഡ് ചെയ്യാണ്. ഓക്കെ, സോ ഇതുപോലെ തന്നെ M ആഡ് ചെയ്യാം. ജസ്റ്റ് ബാക്ക് അടിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റ് ആഡായി വന്നിട്ടുണ്ട്. സോ ഇതേപോലെ തന്നെ എല്ലാത്തിലും ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേറൊരു ടെക്സ്റ്റ് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു 4ൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ദെൻ അത് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു എല്ലാ ലെയേഴ്സും കോപ്പിയല്ല ഒന്ന് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ആക്കി കൊടുക്കുക. നമ്മുടെ ഈ ഒരു 2 വിരൽ വെച്ച് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് സ്വൈപ്പ് ചെയ്ത് സൂം ഔട്ട് ആക്കി കൊടുക്കുക. ഓക്കെ, ദെൻ ബാക്ക് അടിച്ചാൽ കാണാം നമുക്കിവിടെ ചെറുതായി വന്നത്. ഓക്കെ, ഇനി നമുക്കിതെങ്ങനെ PNG ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ അതിനായി ഈ ഒരു സെറ്റിങ്ങിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ഈ ഒരു ബ്ലാക്ക് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, ദെൻ എക്സ്പോർട്ട് ചെയ്യുക. ഫുൾ റെസൊല്യൂഷനിൽ ഫുള്ളായിട്ട് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് ജസ്റ്റ് നമ്മുടെ വീഡിയോസിൽ സേവ് ചെയ്ത് നമ്മുടെ ഏതൊരു വീഡിയോസിലാണോ ആഡ് ചെയ്യേണ്ടത് സോ ആ ഒരു വീഡിയോയുടെ ഇതിലായിട്ട് എൻഡിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ഇവിടെ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കട്ട്സിൻ്റെ എൻഡിലായിട്ട് ആഡ് ചെയ്യാണ്. സോ ഇവിടെ ജസ്റ്റ് ഒന്ന് ഫെയ്ഡ് ആക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു എക്സ്പോർട്ട് ചെയ്ത് ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് കുറച്ച് നീക്കി കൊടുക്കാം. സോ ഇവിടെ ലൈറ്റിൽ സ്ക്രീൻ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കട്ട്സിൽ ഈ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്ത് മൂവ് ആൻഡ് ട്രാൻസ്ഫറിൽ പോയിട്ട് സൂമിൻ്റെ ഓപ്ഷനിൽ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയിട്ട് സൂം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ഈ ഒരു ഗ്രാഫ് കൂടെ ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് ആഡ് എഫക്റ്റ് കൊടുത്ത് ബ്ലറിൻ്റെ ഓപ്ഷനിൽ ചെന്ന് ഈ ഒരു മോഷൻ ബ്ലർ എന്നുള്ള ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ എൻഡിലും ജസ്റ്റ് ഈ ഒരു സൂം ഔട്ടിൻ്റെ ട്രാൻസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. സോ ഇതുപോലെയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനെ ഈ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.